പ്രൈസലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഈ മീഡിയ മുഖാന്തരം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വലിയ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതമാണോ മാർഗമാണോ എന്നതിനെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുന്നത് എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പറയാനുള്ള കാരണം, പല സഭകളിലും പല ക്രൈസ്തവ ഫാമിലിക്കകത്തും പലരും ഒരു മതം പോലെയാണ്, ഒരു അടിച്ചമർത്തൽ പോലെയാണ് ഈ മാർഗത്തെ കൊണ്ടുപോകുന്നത്. ആമേൻ. അത് ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങളിലാണ് ഈ മാർഗത്തെ പലരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഭയ്ക്കായാലും അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് അഭിപ്രായങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ ക്രൈസ്തവ മേഖല. ക്രൈസ്തവോ, അതിനാധാരമായിട്ട് ഞാൻ 2-3 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് 2 തിമോത്തിയോസ് എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. വളരെ മനസ്സിലാക്കി. ഇവിടെ പറയുന്ന ഈ വചനത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു അടിസ്ഥാനം. ഓരോ സഭയ്ക്കും ഓരോ അടിസ്ഥാനമല്ല പ്രിയരെ. സ്ഥിരമായ ഒരു അടിസ്ഥാനം ദൈവം ഈ മാർഗത്തിൽ ഇട്ടിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്റെ മുകളിൽ പണിയപ്പെടേണ്ടതായ ഒരു മാർഗമാണ് ഈ ക്രൈസ്തവ മേഖല. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? സകല വേദികളിലും സകല സ്ഥാനങ്ങളിലും ഇതിനെ ഒരു അടിമത്തത്വം പോലെയാണ് കൊണ്ടുപോകുന്നത്. അവൻ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവൻ ആത്മീക ആരാധന സഭയ്ക്കകത്തില്ല. അവൻ സന്തോഷത്തോടു കൂടിയുള്ള ആരാധന വീട്ടിൽ സഭയ്ക്കകത്തില്ല. പരസ്പരമുള്ള സഹകരണം സഭയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അഭിപ്രായങ്ങളിൽ ഒരു ക്രൈസ്തവ പ്രസ്ഥാനത്തെ നിലനിർത്തുവാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ക്രൈസ്തവ മേഖല എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു മാർഗമാണ്. അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു മാർഗമാണ്. അതില് ദൈവം പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. കാൽവരി മരക്കുരിശിൽ കർത്താവ് ഭരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗ്ഗാരോഹണത്തിന്റെ ആ സമയങ്ങളിൽ പറഞ്ഞ ഒരു ഭാഗം, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് പല സഭകളിലും സമാധാനമില്ല, സന്തോഷമില്ല. കാരണം വ്യക്തികളുടെ സംഘടനകളുടെ അഭിപ്രായങ്ങളിൽ നിലനിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതൊരു മതത്തിന്റെ പിന്തുണയാണ്. മതത്തിന്റെ പിന്തുണയല്ല, മാർഗമാണ്. ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കാണിച്ചിരിക്കുന്ന ഒരു വഴിയാണ് ഈ ക്രൈസ്തവ മേഖല എന്ന കാര്യം ആരും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളുടെ വിരാമം കുറിക്കുന്നു. ഈ നാളുകളിൽ ഒന്നുകൂടി പറയുക, ക്രൈസ്തവ മേഖല അഭിപ്രായങ്ങളിൽ നിലനിൽക്കുന്നതല്ല, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന അടിച്ചമർത്തലുകളിൽ വിട്ടുകളക. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ ഒരു നല്ല